നാത്തും കേസ് ജയിച്ചല്ലോ. ആണോ? ആ ഏയ് കലക്കി. ചേട്ടനൊന്ന് വിളിച്ച് പറയട്ടെ. ഒന്ന് മാറിക്കേ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ, ചേട്ടനല്ലേ? അതെ, എന്താടി? ചേട്ടാ, രാജു കേസ് ജയിച്ചു. അതെ, അവൾ എന്റെ പെങ്ങളാ. ഇന്നെന്റെ കാലയത്തൊട്ട് വന്നിട്ടിട്ട് അവള് കോടതി പോയത്. പിന്നെ എങ്ങനെ അവള് ജയിക്കാതിരിക്കുന്നേ? നിന്നെ പോലെ ഞായറാഴ്ച വെക്കില്ല. ആരാ? വൈഫ. വാചം ഒന്നും അടിക്കാതെ ചെലവ് ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കൂ. അവളെവിടെ? അവളിവിടെ അഭിനന്ദനങ്ങളുടെ പൂച്ചണ്ട് വാങ്ങി കുഴഞ്ഞു നിൽക്കുകയല്ലേ. എവിടെ പോടി? പിന്നെ ആസ് യൂഷ്വൽ ചൈനീസ് മതി. എന്താ? ആ, എവിടെയെങ്കിലും പോവാ. നീ അവളെയും കൂടി നേരെ പോര്. ഉണ്ണിട്ടോട് പറഞ്ഞേക്കണം. ആ, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. അപ്പോഴേ ഉണ്ണി ഡോക്ടറെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. സാറിന്റെ ഭാര്യ കേസ് ജയിച്ചു. ജയിച്ചോ? കുഴപ്പമായല്ലേ? അതെന്താ? ഈ ഒരാഴ്ച കിടന്നുറങ്ങാൻ നോക്കൂല. അവളുടെ വീരവാദങ്ങളൊക്കെ ഞാൻ തന്നെ കേൾക്കണ്ടേ? ഉച്ചയ്ക്ക് വീട്ടിൽ പോകണ്ട. ആ, ചൈനീസിൽ പോവാന്ന് നിമ്മി പറഞ്ഞു. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അഥവാ അവള് കേസ് ജയിച്ചെങ്കിൽ തന്നെ ആദ്യം പറയേണ്ടത് ഭർത്താവായ എന്നോടല്ലേ? ഞാൻ വരുന്നില്ല. കുറച്ചുനാൾ അയാളുടെ വീട്ടിൽ വലിച്ചു തിന്നുന്നു. നിമ്മിയുടെ അലഞ്ച് അഭിമാനം ഓർത്ത് വരാതിരിക്കരുത്. ഞാൻ ഏതായാലും പോവും. ആ, ഞാനും വരാച്ചതല്ലേ. ചെല്ലേ. അതെ, കറക്റ്റ്. വന്നോളാം. പോട്ടെ. താങ്ക്സ്. ഇങ്ങനെ ഒരു ആങ്ങളെയും പെങ്ങളെയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒറ്റ പെങ്ങളല്ലേ ഉള്ളൂ, അതും അച്ഛനും അമ്മയില്ല വളർത്തിക്കൊണ്ടുവന്നതല്ലേ. സന്തോഷം കാണും. തനിക്കൊരു കാര്യം കേൾക്കണം. അവളുടെ ബർത്ത്ഡേ വന്നാൽ ഇവൻ സാരി വാങ്ങിച്ചു കൊടുക്കും. ഇവന്റെ ബർത്ത്ഡേ വന്നാലും ഇവൻ സാരി വാങ്ങിച്ചു കൊടുക്കും.